സ്കൂള് എന്ന് പറയുമ്പോ തുടക്കത്തില് ഓല മേഞ്ഞ ഇതായിരുന്നു. ഓലമേഞ്ഞ സ്കൂള് 21ാം നൂറ്റാണ്ടിൽ ബീഹാറിൽ. അപ്പൊ അത്ര പതറ്റിക്കാണ് ബീഹാറിൽ. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, റോഡുകളില്ല. ഒരു അല്ലാഹ് അക്ബർ എന്നതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം ഓപ്ഷൻ എ ദൈവം വാഴ്ത്തപ്പെടട്ടെ, ഓപ്ഷൻ ബി ദൈവം വലിയവൻ, ഓപ്ഷൻ സി ദൈവം വാഴുന്നു, ഓപ്ഷൻ ഡി ദൈവം മഹോന്നതൻ. ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് എന്താ എഴുതുന്നേ, എന്താണ് വായിക്കേണ്ടത്, എങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9443737226 9400520990. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം ഫെലിക്സ്. ആദ്യം ശരിയുത്തരം അയച്ചത് പാസ്റ്റർ VM സണ്ണി, അടൂർ. അഭിനന്ദനങ്ങൾ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. ഏറ്റവും വലിയ സമാധാനത്തിന്റെ ആഹ്വാനം ഇതാണ്. ശത്രു സംഹാരമാണ് എല്ലാ ആശയങ്ങളും പറയുന്നത്. ശത്രു വളർന്നാൽ അത് നമുക്ക് നാശമാണ്, എന്നും തീരാവേദനയാണ്. പക്ഷെ വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു പറഞ്ഞു, ശത്രു സംഹാരമല്ല, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, അവന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക. ഇതാണ് ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ സമാധാനത്തിന്റെ സന്ദേശം. അതുകൊണ്ട് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാകട്ടെ. പക, വെറുപ്പ് അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് ഷെറിൻ ജാക്സൺ. ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് നിന്ന് ദൈവവേലയോടുള്ള ബന്ധത്തിലാണോ ആയിരിക്കുന്നത്? അതെ, എന്റെ ഹസ്ബൻഡ് ഒരു സുവിശേഷകനാണ്. ഹസ്ബൻഡ് ഒരു സുവിശേഷകനാണ്. എവിടെ? നിങ്ങൾ കോട്ടയം സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്നു? പാമ്പാടി സെന്ററിന്റെ കീഴില് പാസ്റ്റർ സാം ദാനിയലിന്റെ പാമ്പാടി സെൻട്രൽ സാം ദാനിയൽ പാസ്റ്ററുടെ സെന്ററിലാണ് ഒരു പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യും.
പാസ്റ്ററായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സ്വദേശം എന്റെ സ്വദേശം കോതമംഗലമാണ്. കോതമംഗലം. ഹസ്ബൻഡിന്റെ സ്വദേശം തിരുവല്ല എടത്തുവാണ്. ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാനുള്ള ഒരു ധൈര്യം? ഒരു ഇതിനു മുമ്പൊക്കെ ചെറിയ ബൈബിൾ ക്വിസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ധൈര്യത്തില് ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഉള്ള ബൈബിൾ ജ്ഞാനം എത്രത്തോളം നേടിയെന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അവസരം. അപ്പൊ ഞാൻ നമ്മുടെ ചോദ്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയാണ്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു സേഫ് സോണിൽ നമ്മൾ എത്തിച്ചേരും. അതിനുശേഷമുള്ള 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം അറിയിച്ചാൽ 3000 രൂപയുടെ സേഫ് സോണിൽ നമ്മൾ എത്തും. അതിനുശേഷം 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 6000 രൂപയും ഒരു സേഫ് സോണാണ്. ഒടുവിൽ 10,000 രൂപയുടെ ബമ്പർ ചോദ്യം, അത് 12ാമത്തെ ചോദ്യം. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യം, 2ാമത്തെ റൗണ്ടിൽ 4 ചോദ്യം, 3ാമത്തെ റൗണ്ടിൽ 3 ചോദ്യം, ഒടുവിലത്തെ ബമ്പർ ചോദ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പം മത്സരിക്കാൻ തയ്യാറാണ്? കോൺഫിഡന്റ് ആണ്? നമുക്ക് മുന്നോട്ട് പോകാം. മത്സരത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം: ലാബാൻ ആരുടെ സഹോദരനാണ്? ഓപ്ഷൻ എ സാറയുടെ, ഓപ്ഷൻ ബി റാഹേലിന്റെ, ഓപ്ഷൻ സി റിബേക്കയുടെ, ഓപ്ഷൻ ഡി ഹാഗാറിന്റെ. ആരുടെ സഹോദരനാണ് ലാബാൻ? ലാബാന്റെ മരുമകൻ ആരാണെന്ന് ചിന്തിച്ച് ലാബാന്റെ സഹോദരി ആരാണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ലാബാന്റെ സഹോദരി റിബേക്ക. ഓപ്ഷൻ സി റിബേക്ക. ഓപ്ഷൻ സി റിബേക്ക ഉറപ്പാണ്. ഓപ്ഷൻ സി റിബേക്ക ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഉറപ്പാണല്ലോ? റിബേക്കയുടെ ഭർത്താവ് ഇസഹാക്ക്. ഇസഹാക്കിന്റെ ബ്രദർ ഇൻ ലോയാണ് ലാബാൻ. യാക്കോബിനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു വിടുന്നത് ലാബാന്റെ അടുക്കലേക്കാണ്. പലതവണ പ്രതിഫലം മാറി ജോലി ചെയ്യേണ്ടി വന്നത് ലാബാന്റെ കീഴിലാണ്. 2 ഭാര്യമാർക്ക് വേണ്ടി നിരവധി വർഷങ്ങൾ യാക്കോബ് സേവിച്ചിട്ടുള്ളത്. ഉത്തരം ശരിയാണെന്ന ബോധ്യം ഉണ്ട്. നമുക്കതുകൊണ്ട് പരിശോധിക്കാം. ഓപ്ഷൻ സി റിബേക്ക ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി റിബേക്ക ശരിയായ ഉത്തരമാണ്. 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകി 500 രൂപയുടെ സമ്മാനത്തുകയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുൻപിലേക്ക് പോകാം. മത്സരിക്കുന്നതിൽ സന്തോഷം തന്നെ. ആദ്യത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിട്ടുള്ളവരിൽ 3 പേർ ഒരേ ജോലി ചെയ്യുന്നവരാണ്. ആ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി അന്ത്രയോസ്, ഓപ്ഷൻ ഡി മത്തായി. ഇതിൽ ഒരാൾ മാത്രം ഈ 3 പേർ ചെയ്യുന്ന ജോലി ചെയ്യുന്നില്ല. ആരാണ്? ഓപ്ഷൻ ഡി മത്തായി. ഓപ്ഷൻ ഡി മത്തായി. സംശയമൊന്നുമില്ല. ഓപ്ഷൻ ഡി മത്തായി ഉത്തരം ഉറപ്പിക്കുകയാണ്. അപ്പോ പത്രോസും യോഹന്നാനും അന്ത്രയോസും ചെയ്തുകൊണ്ടിരുന്ന ജോലി മീൻപിടുത്തക്കാരായിരുന്നു. മത്തായി മീൻപിടുത്തക്കാരനല്ല എന്ന് ഉറപ്പുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ ഇതിനു മുൻപ്, സുവിശേഷ വേലയിൽ വരുന്നതിന് മുൻപ്? ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ബിടെക് കംപ്ലീറ്റ്. അതിനുശേഷം ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. കോളേജിൽ ലെക്ചറർ ആയിരുന്നു. അതിനുശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം ബീഹാറിൽ പോയി. അപ്പൊ ഈ കോട്ടയം പാമ്പാടി സെന്ററിൽ വരുന്നതിന് മുൻപ് ബീഹാറിൽ ദൈവവേലയോടുള്ള ബന്ധത്തിലായിരുന്നു. ബീഹാറിൽ എവിടെ? ബീഹാർ മധുബനി എന്ന ഡിസ്ട്രിക്റ്റിലായിരുന്നു. മധുബനി ഡിസ്ട്രിക്റ്റിൽ. എത്ര കാലം ബീഹാറിൽ ചെലവഴിച്ചു? 6 വർഷം. 6 വർഷം ബീഹാറിൽ. അപ്പം സഭാസ്ഥാപനത്തോടുള്ള ബന്ധത്തിലായിരുന്നോ അതോ മിഷൻ മേഖലയിലായിരുന്നു? മിഷൻ ഉണ്ടായിരുന്നു, കൂടെ ഒരു സ്കൂളിന്റെ പൈനിയറിംഗ് വർക്ക് ആയിരുന്നു. സ്കൂളിന്റെ പൈനിയറിംഗ് വർക്കാണ്. വിദ്യാഭ്യാസം എത്താത്ത മേഖലകളിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. മധുബനി ഡിസ്ട്രിക്റ്റിലെ അൺഎഡ്യൂക്കേറ്റഡ് ഏരിയയിൽ വിദ്യാഭ്യാസം നൽകുകയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ പ്രവർത്തന ഘട്ടങ്ങളൊക്കെ? ഞങ്ങള് NTC കോളേജ് ഡെറാഡൂണിലുള്ള തിയോളജിക്കൽ സെമിനാരിയുടെ കീഴിലുള്ള ഒരു
മിഷനിന്റെ കീഴിലായിരുന്നു ഞങ്ങള് മിഷന്റെ കീഴിൽ. അവിടെ എത്തിയത്. ഉം. ജോർജ് സി കുരുവിള ആ, അങ്കിളിന്റെ കീഴിലായിരുന്നു ഞങ്ങള്. ഉം. ഞങ്ങൾ അവിടെ എത്തി. അവിടെ ചെല്ലുമ്പോൾ വളരെ അൺറീച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഉം. അപ്പോൾ അവിടെ ഞങ്ങളുടെ അങ്കിളിന്, ജോർജ് സി കുരുവിള അങ്കിളിന് ഏറ്റവും ആഗ്രഹം അവിടെ ഒരു സ്കൂള് ഉം. അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആദ്യം ഹസ്ബൻഡാണ് അവിടെ എത്തിയത്, ഉം. അതിനുശേഷമാണ് ഞാൻ എത്തിയത്. വിവാഹത്തോടനുബന്ധിച്ചാണ് അവിടെ എത്തിയത്. അങ്ങനെ അവിടെ ഒരു സ്കൂള് എന്ന് പറയുമ്പോൾ തുടക്കത്തില് ഓല മേഞ്ഞ ഇതായിരുന്നു. ഓലമേഞ്ഞ സ്കൂള് 21ാം നൂറ്റാണ്ടിൽ ബീഹാറിൽ. അപ്പൊ അത്ര പതറ്റിക്കാണ് ബീഹാറിൽ ഞാൻ ഇപ്പോഴത്തെ ചെല്ലുന്ന situation. സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, ആ. റോഡുകളില്ല, ഒരു ഇതായിരുന്നു സംഗതിയായിരുന്നു അവിടെ. ഉം. അതിനുശേഷം ഞങ്ങള് സ്കൂള് പണിയാൻ ആരംഭിച്ചു. ഉം. ഞങ്ങള് കഴിഞ്ഞ വർഷമാണ് അവിടുന്ന് കോട്ടയത്തേക്ക് വന്നത്, ബീഹാറിൽ നിന്ന് കോട്ടയം. ബീഹാറിൽ നിന്ന്. ആ സമയം ഞങ്ങള് ബിൽഡിംഗ് പണിത് 7th സ്റ്റാൻഡേർഡ് വരെ, നഴ്സറി മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ CBSE യുടെ കീഴിൽ ഒരു സ്കൂള് ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വലിയൊരു അഭിനന്ദനാർഹമായ വേലയാണ് നിങ്ങൾ കുടുംബമായിട്ട് ചെയ്തത്. പ്രത്യേകിച്ച് അൺറീച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കടന്നു ചെന്ന് ഒരു സ്കൂൾ സ്ഥാപിച്ച് അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു മുഖാന്തരം തോന്നുന്നു. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് നമ്മളിങ്ങനൊരു ഏരിയ ആയിരുന്നു കേരളം എന്ന് പറയുന്ന ഹബ്ബ്. പക്ഷെ ഇവിടെ മിഷണറീസ് കടന്നു വന്നതാണ് നമുക്കുണ്ടായ മാറ്റം, നമുക്കുണ്ടായ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു പൈനിയറിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് സല്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഏരിയ ഇപ്പോ കേരളത്തെ വെച്ച് ഒരു 70-80 വർഷങ്ങൾക്ക് മുന്നോട്ട് ചിന്തിച്ചാലുള്ള ആ ഒരു ഇതാണ് ബീഹാറിൽ ഇപ്പോഴത്തെ അവസ്ഥ. ബീഹാറിൽ ഒരു 80 വർഷത്തിന് പിൻപിൽ ഓടുന്ന സംസ്ഥാനങ്ങളാണ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ. അത് കന്നുകാലികളെ മേയിച്ചുകൊണ്ട്, പന്നികളെയൊക്കെ മേയിച്ചുകൊണ്ട് കിടക്കുന്ന കുഞ്ഞുങ്ങള്, ആളുകൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ. ഉള്ളത്. അവരുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഉം. കുറെ സ്കൂളിൽ വരാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തു. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മിഷന് പ്രതിഫലം ഉണ്ടാകട്ടെ. നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, മത്തായി ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, മത്തായി ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി, മത്തായി ഉത്തരം ശരിയാണ്. അദ്ദേഹം ആ കൂട്ടത്തിൽ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഒരാളല്ല. ഒരു നിമിഷം പ്രേക്ഷകർക്ക് കൂടെ ഉള്ള ചോദ്യം നൽകുകയാണ്. നിങ്ങളുടെ ചോദ്യത്തിലേക്ക്, ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് എപ്പിസോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി നൽകുന്നത്. സൂചന ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. ഉത്തരങ്ങൾ കമന്റ് ചെയ്യാം, പക്ഷേ ലിങ്കിൽ സമർപ്പിച്ച് ഉത്തരം നേടാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ ആദ്യ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1ാം സൂചന. ഞാൻ ശപിക്കപ്പെട്ടവനായിരുന്നില്ല, എങ്കിലും എനിക്ക് നേരിട്ട ഒരു പ്രതിസന്ധി മൂലം എന്റെ ജന്മദിവസത്തെ ഞാൻ ശപിച്ചു. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Life. അപ്പൊ നമുക്ക് മുൻപോട്ട് പോകാം. ബീഹാറിലെ അനുഭവങ്ങളൊക്കെ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. പറവകൾ വന്ന് തിന്നു കളഞ്ഞത് എവിടെ വിതച്ച വിത്താണ്? ഓപ്ഷൻ എ, പാറസ്ഥലത്ത് വീണത്. ഓപ്ഷൻ ബി, വഴിയരികെ വീണത്. ഓപ്ഷൻ സി, നല്ല നിലത്ത് വീണത്. ഓപ്ഷൻ ഡി, മുള്ളിനിടയിൽ വീണത്. പാറസ്ഥലത്ത് വീണത് മിക്കവാറും എന്താ സംഭവിച്ചത് നമുക്കറിയാം. പാറയിൽ അങ്ങനെ വളരാറില്ല. നല്ല നിലത്ത് വീണത് എന്ത് സംഭവിച്ചെന്നൊക്കെ അറിയാം, പരിശോധിക്കുക. മുള്ളിനിടയിൽ വീണത് എന്ത് സംഭവിച്ചു, ഏത് വിധത്തിലുള്ള പ്രതികരണമാണ് അതിനുണ്ടായത് എന്ന് ശ്രദ്ധിക്കുക. വഴിയരികെ വീണത് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. വഴിയരികെ വീണതിൽ എന്ത് സംഭവിക്കാം എന്ന് ചിന്തിച്ച് ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ ബി, വഴിയരികെ വീണത്. ഉറപ്പിക്കാം, സംശയമില്ല. ഓപ്ഷൻ ബി, വഴിയരികെ വീണത് ഉത്തരം ഉറപ്പിക്കുക. പാറസ്ഥലത്ത് വീണത് വളരത്തില്ല. അത് ക്ഷണത്തിൽ മുളച്ചുവെങ്കിലും സൂര്യന്റെ ചൂട് തട്ടിയപ്പോ വാടിപ്പോയി. മുള്ളിനിടയിൽ വീണത് മുള്ള് ഞെരുക്കി കളഞ്ഞു. നല്ല നിലത്ത് വീണത് സ്വാഭാവികമായി നന്നായി വളരും.
അപ്പോൾ വഴിയരികെ വീണതായിരിക്കും പറവകൾ തിന്ന് കളഞ്ഞു. നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, വഴിയരികെ വീണത്. ഉത്തരം ശരിയാണോ? വഴിയരികെ വീണത് ഉത്തരം ശരിയാണ്. അങ്ങനെ സമ്മാനത്തുക 600-ൽ നിന്ന് 800-ലേക്ക് സമ്മാനത്തുക എത്തിയിട്ടുണ്ട്. ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവസാന ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ 1000 രൂപയുടെ സേഫ് സോണിൽ എത്തിച്ചേരും. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, ഈ പറയുന്നവരിൽ പേര് മാറ്റപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ എ യോശുവ, ഓപ്ഷൻ ബി കാലേബ്, ഓപ്ഷൻ സി മോശ, ഓപ്ഷൻ ഡി അഹരോൻ. ഈ കൂട്ടത്തിൽ പേര് മാറ്റപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ എ യോശുവ. ഉറപ്പിക്കുകയാണ്, സംശയമൊന്നുമില്ല. വായനാ ഭാഗങ്ങളിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്. ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ യോശുവ ഉത്തരം ഉറപ്പിക്കാം. ആ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടോ? യോശുവയുടെ ആദ്യത്തെ പേര് യഹോശുവ എന്നായിരുന്നു യോശുവയുടെ ആദ്യത്തെ പേര്. അപ്പോ ബൈബിൾ നല്ലപോലെ വായിക്കാറുണ്ട്. അത്യാവശ്യം ഡെയിലി ബൈബിൾ വായിക്കുന്ന കൂട്ടത്തിലാണോ, അതോ ഡെയിലി ബൈബിൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും പരിശ്രമിക്കാറുണ്ട്? ബൈബിൾ നന്നായി വായിക്കുന്നവർക്ക് മാത്രമേ കൃത്യമായി ഉത്തരങ്ങൾ നൽകാൻ കഴിയുള്ളൂ. നമുക്ക് പരിശോധിക്കാം. നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ യോശുവ. ഉത്തരം ശരിയാണോ? യോശുവ ഉത്തരം വളരെ ശരിയാണ്. 4 ചോദ്യത്തിന് ഉത്തരം നൽകി 1000 രൂപയുടെ സേഫ് സോണിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ മത്സരിച്ചതുകൊണ്ട് സമ്മാനമില്ലാതെയല്ല ഇനി മടങ്ങുന്നത്. ഒരു സമ്മാനത്തുക സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അവിടെ ആ ചോദ്യം അറ്റൻഡ് ചെയ്യാതെ അവസാനിപ്പിച്ചാൽ ഏത് തുകയിലാണോ വന്നെത്തി നിൽക്കുന്നത് ആ തുകയുമായി മടങ്ങിപ്പോകാം. അല്ല, അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ആ 1000 രൂപയുടെ സേഫ് സോണിലേക്ക് മടങ്ങി വരേണ്ടി വരും. പ്രത്യേകിച്ച് 7-8 ചോദ്യങ്ങൾ ടൈമറിനെ ഭയപ്പെടേണ്ട. ആശയക്കുഴപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിൽ ആലോചിക്കാൻ അല്പം കൂടെ സമയമെടുക്കാം. സമയമെടുത്ത് ആശങ്കകളില്ലാതെ ഉത്തരം പറയാൻ പരിശ്രമിക്കാവുന്നതാണ്. ഈ റൗണ്ടിലേക്ക് വരുമ്പോൾ 2 ഓപ്ഷനാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. ഒന്നുകിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പുതിയ നിയമത്തിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ. പുതിയ നിയമം വായന ഭാഗമായതുകൊണ്ടാണോ, പുസ്തകങ്ങൾ കുറവുള്ളത് കൊണ്ടാണോ? പുതിയ നിയമമാണ് കൂടുതൽ വായിക്കാറ്. പുതിയ നിയമമാണ് കൂടുതൽ വായിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നു പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, യേശുവിന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ സ്ത്രീ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ മഗ്ദലക്കാരത്തി മറിയ, ഓപ്ഷൻ ബി കൂനിയായ സ്ത്രീ, ഓപ്ഷൻ സി രക്തസ്രവമുള്ള സ്ത്രീ, ഓപ്ഷൻ ഡി നയീനിലെ വിധവ. ഇതിൽ ആരാണ് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം വരും എന്ന് പറഞ്ഞ സ്ത്രീ? ഓപ്ഷൻ സി രക്തസ്രവമുള്ള സ്ത്രീ. ഓപ്ഷൻ സി രക്തസ്രവമുള്ള സ്ത്രീ. സംശയമില്ലാത്ത കാര്യങ്ങളാണ്. നിരവധി തവണ കേൾക്കുകയും ഗ്രഹിക്കുകയും കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല യേശുവിൻ്റെ സാമീപ്യം കൊണ്ട് വരെ സൗഖ്യമുണ്ടാക്കും എന്ന് നമുക്ക് ബോധ്യം തന്നിട്ടുള്ള ഒരു കർത്താവ് പ്രവർത്തിച്ച ഒരു അത്ഭുതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി രക്തസ്രവമുള്ള സ്ത്രീ, നമുക്ക് ആ ഉത്തരം ലോക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബീഹാറിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് സ്കൂളിൻ്റെ മേഖലയിലാണെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നൊരു മേഖല നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ ശുശ്രൂഷയിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വെച്ചുണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല കുഞ്ഞുങ്ങളും വരുമ്പോ ഒന്നും അറിയാത്തൊരു അവസ്ഥ, അതായത് എന്താ എഴുതുന്ന എന്ന് പോലും അറിയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് എന്താ എഴുതുന്നേ, എന്താണ് വായിക്കേണ്ടത്, എങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. എന്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു. അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് മൈഥിലിയാണ്. ഹിന്ദി അല്ല, ഹിന്ദിയോട് അടുത്ത് വരുന്നതാണ്. പക്ഷെ എനിക്ക് ആ ഭാഷ അറിയില്ല, ഹിന്ദി അറിയത്തില്ലായിരുന്നു. എങ്കിലും
പൈതങ്ങളെയൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നു. തന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ അതായത് അവർ 7th സ്റ്റാൻഡേർഡിലായിരുന്നു. ആ സമയത്ത് അവര് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്ന പഠിച്ചു. കുഞ്ഞുങ്ങളായി തീർന്നു. അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് നമ്മൾ ചെയ്ത ഒരു വർക്കിന്റെ റിസൾട്ട് അതെ. നേരിട്ട് കാണുക എന്ന് പറയുന്നത് വളരെ ഹൃദയത്തിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു. 6 വർഷം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള സമയമല്ല. ആ സമയം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് നല്ല റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ദൈവം അതുപോലെ ഇനിയും ശുശ്രൂഷയിൽ കുടുംബമായി നിങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ. നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി, രക്തസ്രവമുള്ള സ്ത്രീ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി, രക്തസ്രവമുള്ള സ്ത്രീ. ഉത്തരം ശരിയാണ്. സമ്മാനത്തുക 1000-ൽ നിന്നും 1500-ലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മറന്നുപോകരുത്. ഇടയ്ക്ക് വെച്ച് ആശങ്കയുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ സമ്മാനത്തുകയുമായിട്ട് മടങ്ങിപ്പോകാൻ അവസരം ഉണ്ട്. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം, സൂര്യൻ അസ്തമിക്കുവോളം എന്ത് വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻ എ, പിണക്കം വെച്ചുകൊണ്ടിരിക്കരുത്. ഓപ്ഷൻ ബി, കോപം. ഓപ്ഷൻ സി, ഭിന്നത. ഓപ്ഷൻ ഡി, അസൂയ. ഏതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് വെച്ചുകൊണ്ടിരിക്കരുതാത്തത്? ഓപ്ഷൻ ബി, കോപം. ഓപ്ഷൻ ബി, കോപം. ഉറപ്പിക്കുകയാണ്? ഉറപ്പിക്കാം. ഓപ്ഷൻ ബി, കോപം. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇതിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തതാണ്. പിണക്കം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഭിന്നതയും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അസൂയ. അസൂയയും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിശ്ചയമായിട്ടും വെച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ലാത്തൊരു കാര്യം കോപവും വെക്കാൻ പാടില്ല. കോപം നമുക്ക്, പക്ഷെ കോപം വരാതിരിക്കില്ലല്ലോ, മാനുഷികമാണ്. എല്ലാവരും അതിന് കോപിക്കുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായം, ദൈവം വരെ കോപിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ദൈവകോപം എന്നൊക്കെ പറയുന്നത്. മോശം വരെ കോപിച്ച് കൽപ്പലയൊക്കെ അടിച്ചുടച്ച്, അങ്ങനെ കോപം വന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചുടച്ചിട്ടുണ്ടോ? ഉടച്ചിട്ടുണ്ടാകും, സ്വാഭാവികമാണല്ലോ. അത് സത്യസന്ധമായും ഉത്തരം പറയുന്നത് ചുരുക്കം ചില ആളുകളെ സത്യസന്ധമായിട്ട് ഉത്തരം പറയത്തുള്ളൂ. മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ കോപം ഒരു പരിധി വിടരുത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്ത് കോപം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് വിരുദ്ധമായ വികാരങ്ങൾ ഉണ്ടെങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം. അതാണ് ഒരു വിശുദ്ധന്, ബൈബിൾ പിന്തുടരുന്ന ഒരാൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം. അസൂയൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വരുന്നുണ്ട്. എപ്പിസോഡിന്റെ ദൈർഘ്യം ഇനിയും വർദ്ധിപ്പിക്കാതിരിക്കാൻ ഞാൻ ഉത്തരം പരിശോധിക്കുകയാണ്. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, കോപം. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി, കോപം. ഉത്തരം വളരെ ശരിയാണ്. 2000 രൂപ സമ്മാനത്തുകയിലേക്ക് എത്തിയിട്ടുണ്ട്. മത്സരം ഹാർഡാണോ എന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. സിമ്പിൾ ആണോ? ഇനി ഹാർഡാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹാർഡാക്കില്ല, ഒരിക്കലും അങ്ങനെ ഹാർഡാക്കില്ല. നമ്മുടെ മനസ്സ് കഠിനമാകാതിരിക്കും. ഏത് ഉത്തരവും സിമ്പിൾ ആണ്. ഇനി മുൻപോട്ട് പോകാം. ഇനി മുൻപോട്ട് പോകുമ്പോൾ ടൈമർ ശ്രദ്ധിക്കേണ്ട, ആലോചിക്കാം. ആലോചിച്ച് ഉത്തരം പറയാൻ സമയമെടുക്കാം. ആശങ്കയാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം, ആകാശത്ത് നിന്ന് നദിയിലെ വെള്ളത്തിൽ 1/3 കയ്ക്കാൻ കാരണമായി തീർന്ന നക്ഷത്രം ഇവയിലേത്? ഓപ്ഷൻ എ, മകയിരം. ഓപ്ഷൻ ബി, കാർത്തിക. ഓപ്ഷൻ സി, കാഞ്ഞിരം. ഓപ്ഷൻ ഡി, 1ഉം 2ഉം. അതായത് ഓപ്ഷൻ എയും ബിയും. ഏതാണ്? ഒരു നക്ഷത്രം വീണു, ഭൂമിയിലെ 1/3. ഉത്തരം അറിയില്ലെങ്കിൽ അവസാനിപ്പിച്ച് 2000 രൂപ സമ്മാന തുക നിൽക്കുകയാണ്. ധാരാളം സമയമുണ്ട്, ആലോചിക്കാം. അങ്ങനെ കയ്പാക്കിയ ആ നക്ഷത്രം ഇതിലേതാണ്? ഓപ്ഷൻ സി, കാഞ്ഞിരം. ഓപ്ഷൻ സി, കാഞ്ഞിരം. ഉറപ്പിക്കുകയാണ്? ഓപ്ഷൻ സി, കാഞ്ഞിരം. ഉത്തരം ഉറപ്പിക്കാം. ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എന്നറിയാമെന്ന് ചിന്തിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവിക ന്യായവിധി ഭൂമിയുടെ മേൽ ചൊരിയുമ്പോൾ നക്ഷത്രം ഭൂമിയിൽ പതിച്ച് ഭൂമിയിലെ വെള്ളത്തിൽ 1/3 കയ്പായിപ്പോയി. കാഞ്ഞിരമെന്ന്
ആ നക്ഷത്രത്തിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി കാഞ്ഞിരം ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി കാഞ്ഞിരം ഉത്തരം വളരെ ശരിയാണ്. 2500 രൂപ സമ്മാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അവസാനിപ്പിക്കാം. വേണമെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യം കണ്ടതിന് ശേഷം അവസാനിപ്പിക്കാം. അല്ല, തെറ്റിപ്പോയാൽ ആദ്യ റൗണ്ടിലെ സേഫ് സോൺ ആയിരിക്കുന്ന 1000 രൂപയിലേക്ക് മടങ്ങി വരും. ഇപ്പൊ മുമ്പിലേക്ക് പോകാം. അതാണല്ലോ തീരുമാനം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായി നൽകാത്തത് ഏത്? ഓപ്ഷൻ എ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. ഓപ്ഷൻ ബി നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഓപ്ഷൻ സി അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഓപ്ഷൻ ഡി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ആലോചിക്കാം. അറിയില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം. അറിയാമെങ്കിൽ മുമ്പിലേക്ക് പോകാം. സമയമെടുക്കാം. ടൈമർ ശ്രദ്ധിക്കേണ്ട. ഓപ്ഷൻ ബി നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ആലോചിച്ച ആണോ? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെയും പറയാമല്ലോ. ബൈബിളിൽ പിശാചിന്റെ മക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയും പറയാം. ഞാൻ ആശങ്കപ്പെടുത്തുന്നില്ല. തീരുമാനിക്കാം, ഉറപ്പിക്കാം, ആലോചിക്കാം. സമയമെടുക്കാം. എല്ലാ വാക്യങ്ങളിലൂടെയും നന്നായി കടന്നു പോകാം. സുവിശേഷങ്ങളിൽ, ലേഖനങ്ങളിൽ 2 വചനങ്ങൾ സുവിശേഷങ്ങളിൽ നിന്ന് യേശു പറഞ്ഞിട്ടുള്ളതാണ്. ഒരെണ്ണം യോഹന്നാന്റെ ലേഖനത്തിലാണെന്ന് ചിന്തിക്കുന്നു. ഒന്ന് പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നുള്ള വാക്യങ്ങളാണ്. ആലോചിക്കാം. ഓപ്ഷൻ ബി ഉറപ്പിക്കുകയാണോ? ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഏത് തിരഞ്ഞെടുക്കുന്നു? ആശയക്കുഴപ്പമാണ്. ഓരോ വാക്യങ്ങളിലൂടെ ഒന്നുകൂടെ കണ്ണോടിച്ച് മനസ്സിരുത്തി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അത് തന്നെയാണോ എന്ന് ചിന്തിക്കാം. ഉത്തരം അത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മത്സരം അവസാനിക്കുന്നു. ഏതായാലും നല്ലൊരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ബി. ആലോചിക്കാം. വേഗത്തിൽ. സമയം വളരെ മുൻപോട്ട് പോകുന്നു. ആലോചന സമയം അവസാനിപ്പിക്കുന്നു. ഞാൻ ആശങ്കപ്പെടുത്തുകയല്ല. നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് എത്താൻ ഒരു പരിശ്രമം നടത്തുകയാണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപങ്ങളുടെ വിമോചനം എന്ന വീണ്ടെടുപ്പ്. പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കട്ടെ. ഉറപ്പിച്ചു. സി. അപ്പൊ ആ വാക്യത്തിൽ എന്താണ് തെറ്റ്? ആ വാക്യത്തിൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ, ഓർക്കുന്നില്ല ശരിക്കും. അവന്റെ രക്തത്താൽ ഇല്ല, കൺഫ്യൂസ് ആക്കുന്നില്ല. ഉറപ്പിക്കുന്നെങ്കിൽ ഉറപ്പിക്കാം. ഓപ്ഷൻ സി തന്നെ. ഓപ്ഷൻ സി ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി ഉറപ്പിക്കുകയാണ്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നതിന് മുൻപ് പ്രേക്ഷകർ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന നിങ്ങൾക്ക് നൽകിയാണ്. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ സൂചന. വേഗത്തിൽ ഉത്തരം നൽകുക, സമ്മാനം നേടുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. യഹോവയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള അരുളപ്പാടുകളൊക്കെയും ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അവയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വായിക്കുകയും ചെയ്യാറുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains,
Powered by Good News Life. അപ്പൊ ഇതിന്റെ ഉത്തരം പരിശോധിക്കാം. മറ്റേ ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് റിലാക്സ് ആയിട്ട് ഇതിന്റെ ഉത്തരം പരിശോധിക്കാം. ഓപ്ഷൻ സി, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ ഉത്തരം ശരിയാണ്. ഏതാണ് ആ വാക്യത്തിന്റെ തെറ്റ്? അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതാണ് വാക്യം. ആ വാക്യമാണ് തെറ്റായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശു പരീശന്മാരെ അഭിസംബോധന ചെയ്ത ഒരു വാക്കാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അവർ ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അവർ നുണ പറയുന്നത് കൊണ്ട് പല അവസരങ്ങളിൽ യേശുവിനോട് പറഞ്ഞു. പിശാചിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അവൻ ഭോഷ്കിന്റെ അപ്പനുമാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് യേശു അവരെ വിളിച്ചിട്ടുള്ളത്. ഏതായാലും 3000 രൂപയുടെ സേഫ് സോണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ 3 ചോദ്യങ്ങൾക്ക് 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ലോക മതങ്ങളാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മിഷണറി ചരിത്രമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സംഗീതമാണ്, ക്രൈസ്തവ ഗാനങ്ങൾ. ഇതിലേതാണ് തിരഞ്ഞെടുക്കുന്നത്? റിലീജിയൻ ആണ് തിരഞ്ഞെടുക്കുന്നത്. റിലീജിയനെ കുറിച്ച് അറിയാം അത്യാവശ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം മൂന്നാമത്തെ റൗണ്ടിൽ. ലോക മതങ്ങളെ കുറിച്ച് ഒന്നാമത്തെ ചോദ്യം. അല്ലാഹ് അക്ബർ എന്നതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം. ഓപ്ഷൻ എ, ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഓപ്ഷൻ ബി, ദൈവം വലിയവൻ. ഓപ്ഷൻ സി, ദൈവം വാഴുന്നു. ഓപ്ഷൻ ഡി, ദൈവം മഹോന്നതൻ. അല്ലാഹു അക്ബർ എന്ന പദത്തിന്റെ അർത്ഥം ഏതാണ്? ആലോചിക്കാം. നമ്മൾ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരങ്ങളാണ്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ പ്രാർത്ഥന വാചകത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹ് അക്ബർ. അല്ലാഹ് അക്ബർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ദൈവം മഹോന്നതൻ. ദൈവം മഹോന്നതനാണ്. ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ഡി, ദൈവം മഹോന്നതൻ. സംശയമില്ല. മുന്നോട്ട് പോവുകയാണ്. ഓപ്ഷൻ ഡി, ദൈവം മഹോന്നതൻ. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇപ്പോ അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞതാണോ അതോ? ദൈവം മഹോന്നതനാണ്, ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഇത് രണ്ടില് എന്തോ സംശയമുണ്ട്. പക്ഷെ ദൈവം മഹോന്നതൻ കഴിഞ്ഞ സേഫ് സോണിൽ നിൽക്കുന്നതുകൊണ്ട് ഇനി തെറ്റിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ട്രൈ ചെയ്തതാണ്. എനിക്ക് തോന്നി മാനവരിൽ മഹോന്നതൻ എന്ന പദം ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദ് നബിയെ കുറിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത് കൊണ്ടാണ് മിക്കവാറും ദൈവം മഹോന്നതൻ എന്നൊരു ഇതിലേക്ക് കേട്ടിട്ടുണ്ട്, മഹോന്നതനാണ് എന്നുള്ളൊരു കാര്യം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഒൻപതാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം മഹോന്നതൻ. ഉത്തരം ശരിയാണോ? ദൈവം മഹോന്നതൻ ഉത്തരം തെറ്റാണ്. വളരെ നന്നായി മത്സരിച്ചു. പ്രത്യേകിച്ച് ബീഹാറിലുള്ള സുവിശേഷ വേലയുടെ അനുഭവം അനേകർക്ക്, പ്രത്യേകിച്ച് യൗവനക്കാർക്ക് പ്രചോദനമാകട്ടെ. പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന്, ജോലി ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സുവിശേഷ വേലയിലേക്ക് ചുവടുവെക്കുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള ആളുകളാണ്. ആ കാര്യത്തിൽ അഭിനന്ദിക്കണം. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെ ഒക്കെ അഭിനന്ദിക്കണം. നിങ്ങൾ ചെയ്തത് ഹാർഡ് വർക്കിന് വീണ്ടും പ്രതിഫലം ഉണ്ടാകട്ടെ. നിങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ളായിരിക്കും നിങ്ങളുടെ മിഷൻ പ്ലേസ്, അത് ഏറ്റവും നന്നായിരിക്കട്ടെ. തുടർന്നുള്ള കാലത്ത് ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ കുടുംബമായി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യത്തിന്റെ അവസാനത്തെ സൂചന കൂടെ നൽകുകയാണ്. സൂചന ശ്രദ്ധിക്കുക, ഉത്തരം നൽകുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. ശമരിയയിലെയും യെരുശലേമിലെയും പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുതെന്നും അവർ ഇസ്രായേലിനെ തെറ്റിച്ചു കളയുന്നവരാണെന്നുമാണ് ഒരിക്കൽ യഹോവ അരുളി ചെയ്തത്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Life. എന്തു തോന്നുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ട്? ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു
അനുഭവം? ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഹാർഡായിരിക്കുമോ എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് മത്സരിക്കാൻ പറ്റി. നന്നായി, വളരെ നന്നായിട്ട് തന്നെ മത്സരിച്ച് ഓരോ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സമ്മാനത്തുക തരുന്നത്, ബൈബിൾ ബ്രെയിൻസിന് വേണ്ടി സമ്മാനത്തുക നൽകുന്നത് ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂരാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ആത്മീയ അന്തരീക്ഷമുള്ള നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മെഡിക്കൽ കോളേജാണ് നമുക്ക് ഈ സമ്മാനത്തുക സ്പോൺസർ ചെയ്യുന്നത്. മറ്റുള്ളവരെ ബൈബിൾ ജ്ഞാനത്തിൽ വളർത്താനുള്ള ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ഒരു പരിശ്രമം കൂടെയാണ് ഈ പ്രോഗ്രാം. ഏതായാലും വന്ന് പങ്കെടുത്തതിന് എല്ലാ അഭിനന്ദനങ്ങളും, തുടർന്ന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520990. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.